കള്ളമാണ് നിങ്ങൾ ഈ പറയുന്നത്. രാധികയുടെ കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടോ? നോക്ക്, നേരം വെളുത്തിട്ടില്ല. അകത്ത് ദേവൻ സുഖമില്ലാതെ കിടക്കുക. കണിമംഗലത്തിന്റെ പ്രതാപവും കാണിച്ച് ഇവിടെ വന്ന് ബഹളം വെച്ചാലുണ്ടല്ലോ. ബഹളം വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? രാധികയോട് കണ്ണുരുട്ടാനും ബഹളം വെക്കാനും ഒക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് സാധിച്ചെന്ന് വരും. അത് വെച്ച് എന്നോട് അനുസരിപ്പിക്കാൻ നിൽക്കരുത്. ഞാൻ രാധികയെ കണ്ടിട്ടേ പോവും. മോനെ, രാധിക ഇവിടെ ഇല്ല. മുത്തശ്ശി പറഞ്ഞത് സത്യം. അമ്മേ, വലിയ വലിയ രഹസ്യങ്ങൾ മനസ്സിൽ ഒളിപ്പിക്കുന്നതിൽ പരസ്പരം മത്സരിച്ചവരാ നിങ്ങൾ രണ്ടുപേരും. അയാളെ എന്റെ കൺമുമ്പിൽ നിന്ന് മാറ്റി നിർത്തിയാ ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടം ഇല്ലാതാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക്? ഉണ്ടോന്ന്? ഒന്ന് പതുക്കെ മോനെ. വീണു പോയ ഒരു മനുഷ്യനകത്തുണ്ട്. ഉറക്കോ, ഉണർത്തരുത്. ആ, എങ്കില് രാധയെ വിളിക്ക്. അമ്മേ, രാധയെ കാണാതെ ഞാൻ തിരിച്ചു പോവില്ല. അവൾ ഇവിടുന്ന് പോയിന്ന് പറഞ്ഞത് സത്യ. അവളിപ്പോ ഫിദ മേഡത്തിന്റെ കൂടെയാണുള്ളത്. ഫിദ മേഡത്തിന്റെ കൂടെയാ? അതെ മോനെ. അവക്ക് യാതൊരു കുഴപ്പമില്ല. എന്നെ വിളിച്ചായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. അവളെ തേടി മോനിനി ഇങ്ങോട്ട് വരരുത്. ഫിദ മേഡത്തിനൊപ്പം ഉണ്ടെങ്കിൽ അയാളെ ഞാൻ തേടി കണ്ടുപിടിച്ചിരിക്കും. പക്ഷേ അമ്മ പറഞ്ഞ ഈ വാക്കുകൾ കൂടി കള്ളമാണെങ്കിൽ ഞാൻ തിരിച്ചു വരും. അങ്ങനെ എനിക്ക് വരേണ്ടി വന്നു കഴിഞ്ഞാല് എന്നെ ഈ രീതിയിലായിരിക്കില്ല അമ്മ പിന്നെ കാണാൻ പോവാ. മുത്തശ്ശിയോടും കൂടാ ഞാൻ ഈ പറയുന്നത്. വരുൺ, മോനെ വരുണേ. എന്താ ശോതെ, മോൻ എന്താ ഈ നേരത്ത് വന്നത്?